ഇടുക്കിക്കവലിൽ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന മരങ്ങളുടെ ചില്ലകൾ വെട്ടി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. നഗരസഭയുടെ നേതൃത്വത്തിൽ പോലീസ്, ഫയർഫോഴ്സ്, KSEB എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മരച്ചില്ലകൾ വെട്ടിയത്. അടിമാലി-കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ഇടുക്കിക്കവലയിലാണ് സർക്കാർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നിരവധിയായ വാഗമരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്നത്. മഴക്കാലത്ത് മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് പതിവാണ്. കഴിഞ്ഞ മാസവും മരച്ചില്ല ഒടിഞ്ഞു വീണിരുന്നു. ബൈക്ക് യാത്രികൻ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. തുടർന്ന് ഈ മരങ്ങൾ ഉയർത്തുന്ന ഭീഷണി മാധ്യമങ്ങൾ അധികാരികളുടെ മുന്നിലെത്തിച്ചു. അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന നഗരസഭയാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നടപടി സ്വീകരിച്ചത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് അപകട ഭീഷണിയിൽ നിന്നിരുന്ന കട്ടപ്പന ട്രൈബൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി നമ്മുടെ കട്ടപ്പന പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും KSEBയുടെയും നേതൃത്വത്തിലാണ് നഗരസഭയിൽ നിന്ന് ഇത് വെട്ടിമാറ്റിയത്. അപ്പോൾ എല്ലാവർക്കും മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെമ്പാടും നിരവധി മരങ്ങൾ അപകട ഭീഷണിയായി നിലനിർത്തി നിൽക്കുന്നു. ആയത് ട്രീ കമ്മിറ്റി ചർച്ച ചെയ്യുകയും ട്രീ കമ്മിറ്റി അത് മുറിച്ചു മാറ്റുന്നതിനാവശ്യമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതാണ് ചെയർപേഴ്സൺ പറഞ്ഞത്. നമ്മൾക്കറിയാം, കട്ടപ്പന ട്രൈബൽ സ്കൂളിൻ്റെ ഭാഗത്ത് നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ അപകട ഭീഷണി ഉയർത്തി നിരവധി മരങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. ആയത് പൂർണ്ണമായി മുനിസിപ്പാലിറ്റിയുടെ ചെലവിൽ മുറിച്ചു നീക്കി ആ വിദ്യാർത്ഥികളുടെയും അതുപോലെ അതിൽ കടന്നു പോകുന്ന യാത്രക്കാർക്കുമുള്ള അപകട ഭീഷണി ഒഴിവാക്കിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള നടപടികൾ നടന്നു വരികയാണ്. മഴക്കാലം വരുന്നതുകൊണ്ട് മുനിസിപ്പാലിറ്റി മുൻകൂട്ടി തന്നെ അത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, KSEB എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു നീക്കിയത്. സ്കൂളിന് സമീപത്തായി നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകളാണ് മുറിച്ചത്. ദേശീയപാതയോരത്ത് വേറെയും മരങ്ങൾ നിലകൊള്ളുന്നുണ്ട്. മുറിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്തം ഹൈവേ അതോറിറ്റിക്കാണ്. അപകട ഭീഷണി ഉയർത്തുന്ന ഇവയുടെ ചില്ലകൾ കൂടി മുറിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ദേശീയ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.